ഭർത്താവ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ശമ്പളം, ആ ശമ്പളത്തിൻ്റെതാകുന്ന വരുമാനമനുസരിച്ച് കൊണ്ടുള്ള ജീവിതം ഭാര്യ നടത്തിയാൽ ജീവിതത്തിൽ വലിയ സന്തോഷമായിരിക്കും. ഉറപ്പാണ്, വളരെ റാഹത്തായ ജീവിതം. ഇത് ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നതാകുന്ന സമ്പാദ്യത്തിൽ എപ്പോഴും ഒന്നും പോരാ, ഇനിയും വേണം, അടിച്ചു പൊളിക്കണം, രസിക്കണം, ഇനിയും കാലാകാലം നല്ലതുപോലെ ജീവിക്കണം, ഇതൊന്നും പോരാ, ഇനിയും അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന ചിന്തയിലേക്കൊരു ഭാര്യ എത്തിയാൽ തീർച്ചയായും എപ്പോഴും വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കും. എത്ര ഭർത്താവ് കൊടുത്താലും എപ്പോഴും വീട്ടിൽ വിഷയങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ പോരായ്മയായിരിക്കും, എങ്ങും എവിടെയും എത്തിയില്ല എന്നുള്ള വാദമായിരിക്കും. അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ ആക്കുമാറാവട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും എപ്പോഴും മനസ്സംതൃപ്തിയോടുകൂടി കഴിയണം. ഭർത്താവിന്റെ സമ്പത്തിന്റെ സ്രോതസ്സനുസരിച്ച് ചെലവഴിക്കുന്ന ഭാര്യയായിരിക്കണം, എങ്കിലേ വീട്ടിൽ ബർക്കത്തുണ്ടാവുള്ളൂ. അള്ളാഹു നമ്മുടെ വീടുകളെ ബർക്കത്തുള്ളതാക്കുമാറാവട്ടെ. അപ്പൊ ശ്രദ്ധിക്കണേ, സമ്പത്ത് ഉള്ളതാകുന്ന ആളാണ് എന്ന് മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞാൽ തന്നെ ഐശ്വര്യമാണ്. ഇന്നമൽ ഗൈന ഗൈനൻ നഫ്സി വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബി ശഫീഉനാ റസൂലുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറളി വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരുപാട് കച്ചവട ചരക്കുകൾ അധികരിക്കലുകൊണ്ടോ അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കലുകൊണ്ടോ ഇതൊന്നും ഒരിക്കലും സമ്പത്തിൻ്റെതായ അടയാളമല്ല. ഒരാൾക്ക് വലിയതാകുന്ന സമ്പത്തുണ്ട്, ജനങ്ങളുടെ കണ്ണിൽ അയാൾ കോടീശ്വരനാണ്. പക്ഷെ അയാളുടെ മനസ്സ് സംതൃപ്തി അടഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ ദരിദ്രനാണ്. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറൾ, അമ്പരചുംബികളായ മേടുകൾ ഉള്ളതാകുന്ന ധനികനാണോ, അയാളാണോ പണക്കാരൻ? അല്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സി, മനസ്സുകൊണ്ട് ആരൊരുവന് സംതൃപ്തി അടയുന്നുവോ അവനാണ് ധനികനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതായത് അറബിയിൽ അതിന് പറയുക ഖനാഅത്ത് എന്നാണ്. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതം നമുക്കുണ്ടോ, നമ്മൾ രക്ഷപ്പെടും. ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയതും കഴിഞ്ഞ തലമുറകളിലൊക്കെ ഉണ്ടായിരുന്നതുമായ വളരെ ഉത്കൃഷ്ടമായൊരു സ്വഭാവമാണത്. കഴിഞ്ഞ തലമുറയിലൊക്കെ അതുണ്ട്. ഭർത്താവിന് വെറും 500 രൂപയുള്ളൂ വരുമാനം, മാസത്തിൽ അയാൾക്ക് വെറും 2000 രൂപ ഉള്ളൂ, റാഹത്തായിട്ട് കുടുംബം കഴിയും, ഒരു പ്രശ്നമില്ല. 4-5 മക്കളുണ്ട്, അവരെയൊക്കെ പഠിപ്പിക്കും, എല്ലാം ഉണ്ടാവും. ഇന്ന് രൂപ 25,000 50,000 ഉണ്ടായാലും തികയുന്നില്ല, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. കാരണം അടിച്ചു പൊളിക്കാൻ റാഹത്തായിട്ട് 2 ദിവസം പോയി കുഴിമന്തി കിഴിപൊറോട്ട അടിച്ച് ഫിറ്റായി റാഹത്ത് എല്ലാം കഴിഞ്ഞ്, 3-ന് പാർക്കിൽ പോയി, 4-ന് ബീച്ചിൽ പോയി ഒന്ന് ഉലാത്തി, അതോടുകൂടി പൈസ മുഴുവൻ തീർന്നു. വലിയ പുരൂസൊന്നും ഇല്ല പിന്നെ കയ്യിൽ, എല്ലാം അടിച്ചു പൊളിക്കാൻ. കയ്യിലേക്ക് കാശും കൊണ്ട് വരുന്നു, അതങ്ങോട്ട് തീരുന്നു, ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു സേവിങ്സ് സ്വന്തമായിട്ട് തന്നെ ഇല്ല. ഡെയിലി കൃത്യമായി കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഒരല്പം ഒരു സേവിങ് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം. മാസത്തിൽ അവന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു മിച്ചം അവന് പിടിക്കാൻ തയ്യാറായെങ്കിലേ ജീവിതം പച്ച പിടിക്കുകയുള്ളൂ. പുതിയ ജനറേഷന് ഇത് കടന്നു വരുന്നില്ല. എങ്ങനെയെങ്കിലും കിട്ടുന്നതൊക്കെ അങ്ങ് അടിച്ചു പൊളിക്കാൻ. കാരണം അതിനനുസരിച്ചിട്ട് ലോണും കാര്യങ്ങളും ഒക്കെ പലിശയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതമൊക്കെ കൊണ്ടുവന്നിരിക്കാൻ. ബാങ്ക് ലോണാണ്, വീട് തന്നെ. വീട് വന്ന് ജപ്തിയാകാതിരിക്കാൻ കിട്ടുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗം അങ്ങോട്ട് കൊടുക്കും, മക്കളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കും, വീട്ടിലെ ചെലവുകൾ കൊടുക്കും. പിന്നെ കിട്ടുന്നതൊക്കെ ബാക്കിയുള്ളത് അടിച്ചും പൊളിക്കും, കഴിഞ്ഞു. കയ്യിലേക്കൊന്നുമില്ല, നീക്കിപ്പോക്കൊന്നുമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെതാകുന്ന ഘട്ടങ്ങളിൽ പ്രയാസമുണ്ടാക്കും, ഇനി അങ്ങോട്ടുള്ള ജീവിതങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് അവസാന കാലഘട്ടം വരുമ്പോൾ മനുഷ്യന് സാമ്പത്തികമാകുന്ന ഇടുക്കമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പോൾ തന്നെ നോട്ട് നിരോധനം, അതിനുശേഷം പല വിഷയങ്ങൾ, കോവിഡ് മഹാമാരി, ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഘട്ടം ഘട്ടമായിട്ട് വന്നു. കച്ചവടമൊന്നുമില്ല, കച്ചവടക്കാരൊക്കെ ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കൊട്ടുമില്ല. ബിസിനസ് മേഖല മുഴുവനും വളരെയേറെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി ആളുകൾ മുന്നോട്ട് പോകുന്നു.
എന്നാൽ നമ്മൾ പറയും ഒക്കെ തരണം ചെയ്യും, ഇനി അങ്ങോട്ട് റെഡിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതിങ്ങനെ നീണ്ടു നീണ്ടു കിടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ പല ഷർത്തുകളും പല വിഷയങ്ങളും നിബന്ധനകളും എല്ലാത്തിനും വരും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വരും. മുമ്പ് 2 ലക്ഷം രൂപയൊക്കെ കയ്യിൽ വെക്കാമായിരുന്നു, ഇന്ന് അത്ര പാടില്ല. അതിന് മുകളിൽ കൈവെക്കുന്നവനെ കൊണ്ടുപോകും. അതിൻ്റെതാകുന്ന കണക്കുകൾ അവന് ബോധിപ്പിക്കണം. ബാങ്കിൽ ഇത്ര രൂപ അടുപ്പിച്ച് നിക്ഷേപിച്ചാൽ അതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കണം. എല്ലാത്തിലും ക്രയവിക്രയങ്ങൾക്കൊക്കെ വളരെ ശക്തമാകുന്ന പിടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലതുപോലെ ഭൂമി കച്ചവടമില്ല, റിയൽ എസ്റ്റേറ്റ് ഉള്ളതാകുന്ന കച്ചവടങ്ങൾ ഒരു കാലഘട്ടത്തിൽ വലിയ സാമ്പത്തികമാകുന്ന ഉത്തുംഗതയിലേക്ക് എത്തിയിരുന്ന ആളുകൾക്കൊക്കെ ഇന്ന് പിടിവീണിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ പ്രയാസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അരക്കിട്ട് ഉറപ്പിക്കാൻ പ്രയാസം. ഇതിങ്ങനെ നീണ്ടു നീണ്ടു കിടക്കും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതൊരിക്കലും കുറയൂല. നമ്മളവർക്ക് നാളെ തീരും അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെറിയൊരു സന്തോഷമൊക്കെ അള്ളാഹു ഇടയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഒരു ചെറിയൊരു എളുപ്പം അള്ളാഹു തരും. അത് സ്വാഭാവികമാണ്. അത് എപ്പോഴും ഉണ്ടാകും. ഒരു ഉയർച്ചയുണ്ടാകും, ഒരു താഴ്ചയുണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനോഹരമായ ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന് പ്രത്യേകതയാണ്, ആ ഒട്ടകത്തിന്റെ മുന്നിലൂടെ മദീനയിൽ ഒരു ഒട്ടകത്തിന് നടക്കാൻ സാധിച്ചിരുന്നില്ല. അത്രയേറെ സ്പീഡിലും ഓടുകയാണ്, അത്രയേറെ സ്പീഡിൽ നടക്കുകയും ചെയ്യുന്നതായ മനോഹരമാകുന്ന ഒട്ടകം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് മുഴുവനും അത്ഭുതമാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടം നബി തങ്ങളുടെ ആ ഒട്ടകത്തോട്. അങ്ങനെ നിൽക്കുമ്പോ ഫജാഅ അഅറാബിയുൻ ബിനാഖത്തിൻ ലഹാ, ഒരു ഗ്രാമീണനായ അറാബിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി കടന്നു വന്നു. ഫസബഖഹാ ലഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിന്റെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. നടത്തത്തിൽ ഓടാൻ തുടങ്ങി. ഓട്ടത്തിൽ നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ സ്പീഡിലൂടെ നടക്കാൻ ഈ ഒട്ടകം തുനിഞ്ഞപ്പോ സ്വഹാബത്തിന് വേദനയായി. സ്വഹാബത്ത് ചില ആളുകൾ കൂട്ടം കൂടിക്കൊണ്ട് ചർച്ചയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നമ്മുടെ നേതാവിന്റെ വാഹനത്തിന്റെ മുന്നിലൂടെ ഇന്നാലിന്റെ മനുഷ്യന്റെ ഒട്ടകം നടക്കുന്നത് കണ്ടില്ലയോ? നബിയുടെ ഒട്ടകത്തെക്കാൾ സ്പീഡുള്ളതാകുന്ന ആ ഒട്ടകത്തെ കൊന്നുകളയൽ നിർബന്ധമാണ്. നമുക്ക് അതിനെ തട്ടിക്കളഞ്ഞേക്കാം എന്ന് ഒരു വേള ചില ആളുകൾ ചിന്തിച്ചു പോയി. കാരണം എന്തുകൊണ്ട്? സ്വാഭാവികമാണല്ലോ, നേതാക്കന്മാരുടെ വണ്ടിയാണ് ഏറ്റവും ഫ്രണ്ടിൽ നടക്കേണ്ടത്. അവരുടെ വണ്ടിയായിരിക്കും ഏറ്റവും നല്ല വണ്ടി, ഏറ്റവും മനോഹരമാകുന്ന വണ്ടി. അത് നല്ല സ്പീഡിലും നല്ല വാഹനവും ഏറ്റവും വില കൂടിയ വാഹനവുമുള്ള വണ്ടിയാകുമ്പോൾ അണികൾക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ സന്തോഷിച്ച് നിലകൊള്ളുന്ന സമയത്ത് ഫജാഅ അഅറാബിയുൻ ബിനാഖത്തിൻ ലഹു, ഒരാൾ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി വന്നു. ഒരു അഅറാബിയായ മനുഷ്യൻ, അയാളുടെ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെക്കാൾ മുൻകടക്കാൻ തുടങ്ങി. നടത്തത്തിലും ഓട്ടത്തിലും ഒക്കെ ഇത് എപ്പോഴും സ്പീഡിലാണ് മുന്നിൽ പോകാൻ തുടങ്ങി. നബിയൊന്നും പറയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. പക്ഷെ സ്വഹാബത്ത് അത് ശ്രദ്ധിച്ചു. അവർക്കിടയിൽ ചർച്ചയായി. അവരിൽ ചില ആളുകൾ ഇങ്ങനെ പദ്ധതി ഇട്ടു, നമുക്ക് അതിനങ്ങ് തീർത്തേക്കാം, ആരും അറിയാതെ രാത്രിയിൽ അങ്ങ് പണി കൊടുത്താൽ എന്നാൽ നബിയുടെ ഒട്ടകം എപ്പോഴും എന്തായിരിക്കും, മുമ്പന്തി തന്നെ ആയിരിക്കുമല്ലോ എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു. നബി അവരെ വിളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊരു കാര്യം പറഞ്ഞു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ് അല്ലാ യുർഫഅ ശൈഅൻ ഇദാ വദഅഹു അല്ലാഹ്. ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പതിവിൽപ്പെട്ടതാണ്, അവൻ്റെതാകുന്ന ശൈലിയാണ്. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ താഴ്ത്തിക്കൊണ്ട് വരൽ അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ അതിനെ പിന്നീട് താഴ്ത്തിക്കൊണ്ട് വരൽ അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കുന്നില്ലേ, രാത്രിയിൽ
കൂടിയതാകുന്ന സ്വഹാബത്തിനോട് ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിക്കുകയാണ്. 14-ാം ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ടില്ലയോ? പൂർണ്ണമായ നിലയിൽ ചന്ദ്രൻ എത്തിയത് കണ്ടില്ലയോ? നാളെ മുതൽ അത് കുറയുകയാണ്. അറബി മാസം 29-ലേക്ക് എത്തുമ്പോ അത് കേവലം ഒരു നേർത്ത നേരുകയായി മാറുന്നത് കണ്ടില്ലയോ? 14-ാം ചന്ദ്രൻ ഉദിച്ച് പൂർണ്ണ ചന്ദ്രനായി നിലകൊണ്ടതാകുന്ന ആ ചന്ദ്രന് പിറ്റേ ദിവസം അതിന്റെ ശോഭ മങ്ങുന്നതും അതിന്റെ ശോണിമ കുറയുന്നതും നിങ്ങൾ ദർശിക്കുന്നില്ലയോ, കാണുന്നില്ലയോ? അള്ളാഹുവിന്റെ ശൈലിയിൽ പെട്ടതാണ് ഒരു വസ്തുവിനെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ട് അതിനെ താഴ്ത്തിക്കൊണ്ട് വരൽ റബ്ബിന്റെ പതിവിൽ പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒട്ടകത്തെ കൊന്നുകളയുവാനോ ആ ഒട്ടകത്തിന്റെ മുതലാളിയെ ഭീഷണിപ്പെടുത്താനോ പാടില്ല. ഇത് ദുന്യാവാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ദുനിയാവിനെ പഠിപ്പിച്ചു. ാകട്ടെ ഏത് വ്യക്തിയാകട്ടെ അവനെ പിന്നീട് ചെറിയ മങ്ങലേൽപ്പിക്കൽ അള്ളാഹുവിന്റെ ശൈലിയിൽ പെട്ടതാണ്. പിന്നീട് ആ 29-ലേക്ക് എത്തിയതാകുന്ന ചന്ദ്രൻ പിറ്റേ ദിവസം അടുത്ത ദിവസം മുതൽക്ക് 1-ാം തീയതി മുതൽക്ക് ചെറുതായി പ്രകാശിച്ച് വീണ്ടും 14-ന്റെ ദിവസത്തേക്ക് എത്തുമ്പോ 14-ാം രാവിലെത്തുമ്പോ പൂർണ്ണചന്ദ്രനായി വീണ്ടും മാറുന്നത് നിങ്ങൾ കാണുന്നില്ലയോ സ്വഹാബാ? അപ്പൊ ഇത് മനുഷ്യന്റെ രീതിയാണ്. ഇത് ദുനിയാവിന്റെ ശൈലിയിൽപ്പെട്ടതാ. ഇത് അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ്. അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാകുന്ന ഒരു ശൈലിയാണ്. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നെ അതിനെ താഴ്ത്തിക്കൊണ്ടുവരും, പിന്നെയും പൂർണ്ണും, പിന്നെയും താഴ്ത്തും. ഇത് ദുനിയാവാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എന്റെ ഒട്ടകം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലെത്തി. നല്ല ഓട്ടം, നല്ല ചാട്ടം, നല്ല രീതിയിൽ പൂർണ്ണമായി എത്തിക്കഴിയുമ്പോൾ പിന്നെ ആരോഗ്യം ക്ഷയിക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പ്രായമേറി വരികയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ പ്രായമേറുന്നു. അപ്പം നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഒക്കെ എല്ലാത്തിലും പുറകോട്ട് വരും. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒട്ടകങ്ങൾ മുന്നിലേക്ക് വരും. അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ ഒട്ടകത്തെ കൊന്നുകളയാനോ ഒട്ടകത്തിന്റെ മുതലാളിയെ ഭീഷണിപ്പെടുത്താനോ പാടില്ല. ഇതൊക്കെ ദുനിയാവിന്റെ രീതിയാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി ദുനിയാവ് എന്താണ് എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്കുള്ള ചെലവിലേക്കുള്ളതാകുന്ന പട്ടിക കൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നെല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായി സഹകരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് ഏവർക്കും കാവൽ നസീബാക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിലേക്ക് ചേർക്കുന്ന അമലായി നമ്മുടെ സദഖകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ദുനിയാവാണിത്. ദുനിയാവിൽ അങ്ങനെയാണ്. ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാകും. ഉള്ളതുകൊണ്ട് സംതൃപ്തിയടഞ്ഞ് റബ്ബിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലെങ്കിൽ ആഖിറം നഷ്ടമാണ്, അല്ലെങ്കിൽ ആഖിറം പോകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് 2 ഗോത്രക്കാരുടെ വിഷയമെത്തുകയാണ്. ബനൂ സഹ്മ എന്ന് പറയുന്ന ഗോത്രവും അബ്ദു മനാഫി എന്ന് പറയുന്നതായ ഗോത്രവും പരസ്പരം തർക്കമാണ്. 2 ഗോത്രങ്ങൾ തമ്മിൽ അടിപിടി. അവര് 2 പേർക്കുമിടയിൽ അഭിമാന പ്രശ്നം. ബനൂ സഹ്മ ഗോത്രക്കാർ പറയുന്നു, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തർ. ആൾബലം കൊണ്ടും സാമ്പത്തിക ബലം കൊണ്ടും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തർ, ഞങ്ങളുടെ ഗോത്രമാണ്. അബ്ദുമനാഫിന്റെ ഗോത്രക്കാർ പറയുന്നു, നിങ്ങളല്ലടോ, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തക്കാർ, ഞങ്ങളാ കാശല്ല കൂടുതലുള്ളത്, ഞങ്ങൾ നല്ല ആൾബലവുമുണ്ട്, ഞങ്ങൾ നല്ല കാശുമുണ്ട്, ഞങ്ങളാണ് നിങ്ങളെക്കാൾ ഉള്ളത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭക്ഷിയായി, ബഹളായി. അങ്ങനെ പരസ്പരം എണ്ണി നോക്കലും സമ്പത്ത് എണ്ണി തിട്ടപ്പെടുത്തലും ഒക്കെ ഉണ്ടായി. ഇതിങ്ങനെ കൂടിക്കൂടി നിൽക്കുന്ന സമയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയം വന്നു. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ
അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതരണമാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗോത്രത്തിന്റെ തലവന്മാരെ വിളിച്ചുകൊണ്ട് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹിക്ക് നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഓതുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ലയോ ബനൂ സാമ ഗോത്രമേ, ബനൂ അബ്ദു മനാഫ് ഗോത്രമേ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണല്ലോ. സമ്പത്തിന്റെ വിഷയത്തിൽ വലിപ്പം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണല്ലോ. ആൾബലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്നതായ മനുഷ്യ മാനവ. അൽഹാകുമുത് തകാസുർ. ഈ ദുനിയാവിൽ അധികരിച്ച ജോലി തിരക്കുകൾ, അധികരിച്ചതാകുന്ന സമ്പത്തിന്റെ വിഷയങ്ങൾ, അധികരിച്ചതാകുന്ന ആൾബലങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ ജോലിയാക്കിയിരിക്കുന്നു. അള്ളാഹുവിനെ ചിന്തിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, ഹജ്ജ് ചെയ്യാൻ സമയമില്ല, പാവങ്ങളുടെ കണ്ണീരപ്പാൻ സമയമില്ല, നിരാലംബര കമലമ്മമാകാൻ സമയമില്ല, നിരാശ്രയത്വം കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എത്രയോ പട്ടിണി പാവങ്ങൾ നാട്ടിലുണ്ട്, അവരുടെ പട്ടിണി മാറ്റാൻ നിങ്ങളുടെ സമ്പത്ത് ഉപകരിക്കുന്നില്ല. എത്രയോ അയൽവാസികൾ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്, നിത്യരോഗികളാണ്. അവരെ ഒന്ന് സന്ദർശിക്കുവാനോ അവരെ മാനസികമായി ഒന്ന് സന്തോഷിപ്പിക്കുവാനോ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ പരിപൂർണമായി ഒന്ന് ചേർന്നുകൊണ്ട് അവർക്കൊരു ആശ്വാസത്തിന്റെ വചനം പോലും പറയാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല. നിങ്ങൾ വലിയ ജോലിയിലാണ്, സമ്പത്ത് എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലിയിലാണ്, സമ്പത്ത് കൊണ്ടുപോയി ലോക്കറിൽ വെക്കുന്ന തിരക്കിലാണ്. നാട്ടുകാരെ നോക്കാനില്ല, കൂട്ടുകാരെ ശ്രദ്ധിക്കാനില്ല, വന്ന വഴി മറന്നുകൊണ്ട് ജീവിക്കുന്ന മാനവനാവുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ, നാളെ നിങ്ങൾ ഖബറിലേക്ക് എത്തുന്നത് വരെ, മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ നിങ്ങൾ ദുനിയാവിൽ തിരക്കിലാണ്. നാളെ ഇഹലോകവാസം വെടിയുന്നത് വരെ, എന്നേക്കുമായി മരണപ്പെടുന്നത് വരെ ഈ ലോകത്ത് നിങ്ങൾ സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. പരസ്പരം പോരടിക്കുകയാണ്, വഴക്കടിക്കുകയാണ്, ബന്ധങ്ങളെ ഇല്ലാതാക്കുകയാണ്, പരസ്പരം സഹകരണമില്ലാതായി പോയിരിക്കുകയാണ്. അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കുന്നില്ല, സമുദായ ബന്ധങ്ങളെ ഏകീകരിക്കുന്നില്ല. എല്ലാവരും പരസ്പരം വഴക്കിലാണ്, പ്രയാസത്തിലാണ്. ഗൈബത്തും നമീമത്തുമായി നിങ്ങൾ നടക്കുകയാണ്. ഖുർആൻ ഓതാൻ സമയമുണ്ടായിരുന്നു, ദിക്ർ ചൊല്ലാൻ സമയമുണ്ടായിരുന്നു, നിസ്കരിക്കാൻ സമയമുണ്ടായിരുന്നു, നോമ്പുകൾ നോക്കാനുള്ള സമയമുണ്ടായിരുന്നു. പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് മാന്യമായ ജീവിതം നയിക്കാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ വാദുകൾ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു, എത്രയോ ഖുർആൻ നിങ്ങൾക്ക് ശ്രവിക്കാമായിരുന്നു. അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ടുള്ള മാന്യമായ ജീവിതം മുസ്ലിമത്തെ എന്തേ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്നത്, അവറത്ത് മറക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സിനിമാ പാട്ടിന്റെ മേഖലയിൽ നിലകൊണ്ടവരല്ലേ, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവരല്ലയോ, മാരകമാക
ഹറാമാകുന്ന MDMA-യും LSD-യും ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പോലും നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ചെറുപ്പക്കാരല്ലേ? സ്വന്തം മാതാപിതാക്കളെ പോലെ തൃണവൽഗണിച്ചുകൊണ്ട് അന്യരാകുന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പിന്നാമ്പുറങ്ങൾ കയറിക്കൊണ്ട് അവരുമായി കറങ്ങി നടന്നതാകുന്ന യുവതികളല്ലേ? മാതാപിതാക്കൾക്ക് വേദന കൊടുത്തതായ യുവാക്കളല്ലേ? നിങ്ങൾക്ക് ഈ അധികരിച്ച ജോലി തിരക്കുകൾ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നിങ്ങൾ മരിച്ച് മണ്ണോടടിയുന്നത് വരെയാ, മരണം വരെയും ഈ തിരക്കാണ്. മരിക്കുന്നത് വരെ ഈ തിരക്കാണ്. ഈ തിരക്ക് നിങ്ങൾ അവസാനിപ്പിക്കുക. ഈ സമ്പത്ത് എണ്ണിത്തിട്ടപ്പെട്ടതിലും ഈ വലിയ ആഭിജാത്യം പറയലും ഈ വലിയതാകുന്ന മഹിമ പറയലും ആൾബലം പറയലും ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങൾ വലിയ കുടുംബമാണ്, കാസർഗോഡ് അറിയപ്പെട്ട ആളാണ്, ഞങ്ങൾ വലിയതാകുന്ന നാട്ടുകാരാണ്, ഞാൻ വലിയ അറിവുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗരിമ നടിക്കലുമൊക്കെ മരിക്കുന്നത് വരെയുള്ളൂ. ഖബറോടുകൂടി ഇതൊക്കെ തീരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇടിയാൻ തോന്നുന്നുണ്ട്. കൊടുക്കടാ, പിടിച്ചോ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ. വാപ്പായും ഉമ്മയും പോലും കാണുന്നില്ല, കൂടെ ഓടി അടക്കുക. എല്ലാവരും കയറി ഇരുന്നോളി, വേഗം വാ. പൊതി വിതരണം ചെയ്യാറായി, വേഗം വന്നിരുന്നോളി. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഹത്താ സുർത്തുമുൽ മഖാബിർ. ഈ ഓട്ടോ ഈ ചാട്ടോ ഒക്കെ എവിടം വരെയുള്ളൂ? മരിക്കുന്നത് വരെയുള്ളൂ. മരിക്കാൻ ഇതോടുകൂടി എല്ലാം തീരും. ഖബറോടുകൂടി ഇതൊക്കെ പരിപാടി കഴിഞ്ഞു. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കാമി പറയാം, അല്ലാഹു നല്ല മരണം സാധ്യമാക്കട്ടെ. ദുനിയാവിലെ ആഖിറത്തിൽ അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിർത്തല്ലേ? സമയം കഴിഞ്ഞില്ലേ? 10 മണി കഴിഞ്ഞില്ലേ? അധികം പുതിയ ഉണ്ടെങ്കിൽ പുതിയ വന്നു. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ചോദിക്കാൻ പോയത് പൊതുവെ പ്രശ്നമായി, 12 മണി വരെ പറഞ്ഞോളാൻ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. എന്നില്ല, പ്രായമേറെയുള്ള ആളുകളാണ്. അൽ ബറക്കത്തു മഅൽ അകാബിർ. നിങ്ങളിൽ പ്രായമുള്ളവരിലാണ് ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹല്ലത്തിൽ ധാരാളം ആളുകൾ പ്രായമുള്ളവരെ കാണുന്നത്. നീ അവിടെ അങ്ങനെ ഇരിക്കും, ഒരു ആയത്തെങ്കിലും കേൾക്കുന്നു. ലാസ്റ്റ് ഞാൻ പോകുമ്പോൾ ചോദിക്കും കേട്ടോ, ഖുർആനായത്ത് ഇവനാ വാതിനെ വിളിച്ചത്, എന്നിട്ട് ഒറ്റ ആയത്തും കേൾക്കുന്നില്ല. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്ക്, അൽ ബറക്കത്തു മഅൽ അകാബിർ. പ്രായമുള്ളവരിലാണ് ബറക്കത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഭക്ഷണം അവർക്ക് മുന്നിൽ കൈവെക്കൂല. അവരാദ്യം കൈവച്ചതിന് ശേഷം അല്ലാതെ. അത്ര ശ്രദ്ധിച്ചിരുന്നു. ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിക്കണം, മുതിർന്നവരെ എത്ര ബഹുമാനിക്കണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ അത്രയേറെ ശക്തമായി പറഞ്ഞിട്ടുള്ളത്, ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല. കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മല്ലം യുവഖിർ കബീറന, ആരെങ്കിലും വലിയവരോട് ആദരവും ബഹുമാനവും വെച്ച് പുലർത്തിയിട്ടില്ല എങ്കിൽ, വലം യർഹം സഗീറന, ചെറിയ കുട്ടികളോട് കരുണ ചെയ്താത്തവൻ, ഫലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, മുതിർന്നവരെപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഉസ്താദുമാർ പ്രായമുള്ള ആളുകൾ ധാരാളം ഈ മജ്‌ലിസിലുണ്ട്, ഈ സദസ്സിലുണ്ട് ഒരുപാട് പ്രായമേറെയുള്ള ആളുകൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉറക്കാമീൻ പറയിൻ. അള്ളാഹു ദീർഘായുസ്സ് നസീബാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നസീബാക്കുമാറാവട്ടെ. സഹോദരങ്ങളെയൊക്കെ ദുന്യാവാണ്, നശ്വരമാണ്. ഇവിടെ നമ്മളൊക്കെ യാത്ര തിരിക്കേണ്ടവരാണ്. ഇവിടെ നമ്മൾ വഴക്കും പ്രശ്നങ്ങളുണ്ടാക്കി പ്രയാസങ്ങളുണ്ടാക്കിക്കൊണ്ട് പോരടിച്ച് കഴിയേണ്ടവരല്ല. കാരണം ഇതൊന്നും ശാശ്വതമല്ല, മനസ്സിലാക്കുക. ഇവിടെ ശാശ്വതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചില ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അടിയും പിടിയും ഇഷ്ടപ്പെടുന്നത്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ഐക്യത്തിന് ശ്രമിക്കാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മഹല്ലത്തുകളിൽ ഭിന്നത ഉണ്ടാക്കുക, സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക,
കുടുംബങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, സഹോദരിമാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കാൻ പരിശ്രമിക്കുക. അതിന് പറ്റുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, വിളിച്ചു പറയുക, ഇതൊക്കെ ഈ സമുദായത്തിൽ നടക്കുന്ന സംഗതികളാണ്. അതൊന്നും ഗുണമുള്ളതല്ല എന്ന് തിരിച്ചറിയും. കാരണം ഇതൊക്കെ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആരാ? ഈ ദുനിയാവിൽ ശാശ്വതത്വമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. ദുനിയാവൊക്കെ കഴിയും, കണ്ണടച്ചാൽ തീരുന്നതേ ഉള്ളൂ ലോകം. ആഖിറമാണ് ലോകം, പരലോകം. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നന്മ ചെയ്യണം, ഇവിടെ നിസ്കരിക്കണം, ഇവിടെ ഖുർആൻ ഓതണം, ഇവിടെ ദിക്ർ ചെല്ലണം, ഇവിടെ സ്വലാത്ത് ചെല്ലണം, ഇവിടെ കള്ളു കുടിക്കരുത്, ഇവിടെ വ്യഭിചരിക്കരുത്. കാസർഗോഡ് ഈ അടുത്ത് നടന്ന കേസുകളൊക്കെ നമുക്കറിയാം. ചെറിയ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ ഉള്ള ചെറിയ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും +2 തരം വരെ എത്തിയിരിക്കുന്ന മക്കളൊക്കെ ലഹരിക്കടിമപ്പെട്ട മക്കളായി മാറുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചതാണ് ഈ സിഗരറ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് സിഗരറ്റ്. ഇന്ന് ചെറിയ കുട്ടികളുടെ കൈവശമുണ്ട്, നമ്മുടെ മക്കളുടെ കൈവശം. എവിടുന്ന് ഇത് ആര് കൊണ്ടുവന്നു കൊടുത്തു? ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഈ സിഗരറ്റ്, ഈ ഇലക്ട്രിക് സിഗരറ്റ് പോലും നമ്മുടെ കുട്ടികളുടെ കൈവശം ആര് കൊണ്ടുവന്നു കൊടുത്തു? 8ാം ക്ലാസ്സിലും 10ലും 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്നതാകുന്ന ആൺകുട്ടികളുടെ കൈവശം ഇതിരിക്കാണ്. ആരാണിത് കൈമാറ്റം ചെയ്തത്? ആരാണിത് കൊടുത്തത്? പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടലാണ്. അതൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ സമുദായത്തിന്റെ മക്കൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കൂട്ടുകെട്ടുകൾ അത്തരത്തിലായി മാറിയിരിക്കുന്നു. ലഹരി മുക്തമാകുന്ന കേരളമാകണം എന്ന ആശയത്തിൽ രാഷ്ട്രീയ പ്രമുഖർ പോലും നിലകൊള്ളുന്നു. പക്ഷെ എവിടെ ലഹരി മുക്തം? ഓരോ മണിക്കൂറുകൾ ഇടവിട്ടുള്ളതാകുന്ന സ്ഥലങ്ങളിൽ ബീവറേജുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. രഹസ്യമായി അശ്ലീല പുസ്തകങ്ങളും അശ്ലീലമാക്കപ്പെട്ട വീഡിയോകളും പല ഗ്രൂപ്പുകളും സജീവമായി കൊണ്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ മുഴുവനും അശ്ലീലത നിറഞ്ഞ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എട്ടുംപൊട്ടും തിരിയാത്ത ചെറിയ കുട്ടികളുടെ കൈവശം ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമുദായം. ചെറിയ സ്റ്റാമ്പ് രൂപത്തിലുള്ളതാകുന്ന MDMA പോലെയുള്ളതാകുന്ന സാധനം നാക്കിനടിയിൽ വെച്ച് നിലകൊണ്ടാൽ 16 മണിക്കൂറാണ് ആ ലഹരിയുടെ എഫക്റ്റ് നിൽക്കുക. എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? എങ്ങനെ നമ്മുടെ മക്കൾ ശരിയാകുമെന്ന് ആലോചിച്ച് നോക്ക്. പുതിയ തലമുറ എവിടെയാണ്? പാപ്പായി ഉമ്മായി ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ അടുത്ത മലപ്പുറം ജില്ലയിലെ ഒരു വ്ളോഗർ, ഒരു പെണ്ണ് പരസ്യമായിട്ട് ഒരു മുസ്ലിം ഉമ്മയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് മുഖമക്കനെയൊക്കെ ഇട്ട പർദ്ദയിട്ടതാകുന്ന ഒരു ഉമ്മ കണ്ണീരോടുകൂടി ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവർ ലോകത്തോട് വിവരിക്കാൻ, എൻ്റെ മകന്റെ അവസ്ഥ ലോകം അറിയണം. 21 വയസ്സുള്ളതാകുന്ന തൻ്റെ മകന്റെ ചെയ്തി അവർ വിളിച്ചു പറയാൻ. വർഷങ്ങൾ മുമ്പായിട്ട് തുടങ്ങിയതാകുന്ന ദുശീലം മാറ്റാൻ വേണ്ടി ഉമ്മ പരിശോധിച്ചു. ആ കവർ പരിശോധിക്കുമ്പോൾ അതിൽ ലൈറ്റർ ഉണ്ട്, സിഗരറ്റ് കത്തിക്കുന്ന ലൈറ്റർ ഉണ്ട്, നല്ല നല്ല ചെറിയ അത്തറിന്റെ ചെറിയ കുപ്പികളുണ്ട്. അഥവാ ലഹരി ഉപയോഗിച്ചിട്ട് അതിന്റെ മണമൊന്നും സ്മെല്ലൊന്നും ഉമ്മയിലേക്ക് എത്താതിരിക്കാൻ പിതാവില്ലാത്തതാകുന്ന ആ ചെറുപ്പക്കാരൻ, 21 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരൻ അത്തറ് തേച്ചിട്ട് ഉമ്മയുടെ ചാരത്ത് ചെല്ലും. രാത്രിയിൽ വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. ആ ഉമ്മ പറയാൻ പലപ്പോഴും വൈകി വരികയാണ്. എന്നിട്ട് ആ ഉമ്മ പറയുന്നു, ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിലും എന്നെ കേൾക്കുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ കുടുംബങ്ങളിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞവർ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ. മുഖം മറച്ച് ബുർഖ ധരിച്ച ഒരു ഉമ്മ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ കുറിച്ച് പറയാൻ. മകൻ ലഹരിക്കടിമപ്പെട്ടിരുന്നു. ലഹരിക്കടിമപ്പെട്ടു എന്ന് മാത്രമല്ല, മാരകമാകുന്ന MDMA LSD അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉമ്മയാണ് എന്നുള്ള തിരിച്ചറിവ് പോലുമില്ലാതെ എന്നെ കയറി പിടിക്കാൻ പോലും ഒരു വേള അവൻ മുതിർന്നു. അതാണ് ഉമ്മ പറയുന്നത്. ആലോചിച്ച് നോക്ക്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം ലഹരി അങ്ങനെയാണല്ലോ. ഒരു മാതാവ് ലോകത്തോട് പരസ്യമായിട്ട് പറയാണ്, എൻ്റെ മകൻ 21 വയസ്സുള്ളതാകുന്ന പൊന്നുമോൻ ലഹരിക്കടിമപ്പെട്ടിട്ട് ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എന്നോട് മോശമായ രീതിയിൽ ശൈലിയിൽ അവലംബിച്ചപ്പോഴാണ് എൻ്റെ മകൻ ഇത്രയേറെ അപകടത്തിലാണ്, ഇനി ഇവനുമായി ഒരുമിച്ച് ജീവിച്ചാൽ ഞാൻ അപകടമാണെന്ന് മനസ്സിലാക്കി അവനോട് കയറി കയർത്തു. ദേഷ്യപ്പെട്ടു. രാത്രി വളരെ വൈകി വരുന്നവൻ ഭക്ഷണം കഴിക്കാതെ പലപ്പോഴും റൂമിനുള്ളിലേക്ക് കയറും. ഒന്നും വേണ്ട എന്ന് പറയും. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടുണ്ട്.
കഴിച്ചിട്ടുള്ള ഏതാ സാധനം അടിച്ചിരിക്കുകയാണ്, അതാണ് കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് റൂമിനുള്ളിൽ കയറിയിരിക്കാൻ. മക്കൾക്ക് എല്ലാവിധ സൗകര്യം വാപ്പ ചെയ്തു കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണല്ലോ. ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് സൗകര്യമുണ്ട്, വീട്ടിൽ വൈഫൈ കണക്ട് ചെയ്തിരിക്കുകയാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുന്ന സംവിധാനമാണ്. പക്ഷെ മക്കൾ ഇതിനകത്ത് രാത്രിയിൽ WW അടിച്ച് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് സുബൈ വരെ. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് പകല് മുഴുവൻ ഉറക്കം, സംസാരിക്കുമ്പോഴൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, വാപ്പയും ഉമ്മയും പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ഗൗരവത്തോടുകൂടി കേൾക്കുന്നില്ല. എല്ലാത്തിനും ഒരു മൗനം. ശരീരമാസകരം ക്ഷീണിക്കുന്നു. മുമ്പ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നവൻ ഇപ്പൊ എല്ലും തോലുവാൻ. മക്കളൊക്കെ എല്ലും തോലുവാകുമ്പോൾ നിങ്ങൾ പറയും ഇപ്പൊ ഡയറ്റാ ഉസ്താദേ, എന്റെ മോൻ അധികം കഴിക്കില്ല എന്ന് പറയും. ഡയറ്റല്ല, അത് ഈ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ല, മറ്റേ സാധനം അടിച്ചിട്ട് ആ കോലത്തിലേക്ക് എത്തിയതിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. അവസാനം ഇവൻ എന്നെ കയറി പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇവനുമായി കയറത്തപ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഈ കിറ്റുമായി നേരെ വന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു, എൻ്റെ മകൻ ഇന്ന സംഭവങ്ങൾക്ക് അടിമയാണ്, ഇന്ന സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസുകാരുടെ നിരീക്ഷണത്തിലാണ് മകൻ എന്ന് ഒരു ഉമ്മ, മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മ പരസ്യമായി പറഞ്ഞത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കണ്ടു കാണും. എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത് ചിന്തിക്ക്. നമ്മളോർക്കും മലപ്പുറത്തല്ലേ, എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ അങ്ങനെ അമേരിക്കയിലല്ലേ, നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ കഥ ഞാൻ മലപ്പുറത്ത് പോയി പറയും. അങ്ങനെയാണ് എൻ്റെ രീതി. കാരണം ഇവിടെ പറയണ്ട, ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകണമല്ലോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ നടക്കുന്ന സംഭവമൊക്കെ എനിക്കറിയാം. ഇവിടുത്തെ ഒരു കഥ ഞാൻ ഇപ്പൊ പറഞ്ഞു, ഈ സിഗരറ്റിന്റെ കഥ ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞല്ല, പോലീസ് ഉദ്യോഗസ്ഥരുടേതാകുന്ന വാമൊഴി തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഇലക്ട്രിക് സിഗരറ്റ് പോലും നമ്മുടെ കൊച്ചു കുട്ടികളുടെ കൈവശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അത്രയേറെ അപകടത്തിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കാൻ. ആരാണ് ഇവരെ ഇത്രത്തോളം വഷളാക്കുന്നത്? ആരാണ് ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കൈമാറുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു വലിയതാകുന്ന വ്യക്തികൾ തന്നെയുണ്ട്, വലിയൊരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ തകർക്കാൻ, കാണാൻ കൊള്ളാവുന്ന നല്ല പെൺപിള്ളേർ, കാസർഗോഡുള്ള നമ്മുടെ കുട്ടികൾ, ചെറുക്കുള്ള കുട്ടികൾ, ആൺകുട്ടികൾ, ഇവരെയൊക്കെ നശിപ്പിക്കാൻ, ലഹരിയിലൂടെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ. ലഹരി കൊടുത്താൽ പിന്നെ എന്തിനും വശംവദരാകും. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, പ്ലസ് 1-നും പ്ലസ് 2-നും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, മുഖമക്കനെ ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പൊന്നുമോള് സ്കൂളിലേക്ക് പോകുന്നതാകുന്ന വഴിയിൽ ആ മുഖമക്കനെയും ഇട്ടിരിക്കുന്നതാകുന്ന വസ്ത്രവുമൊക്കെ ഊരിയിട്ട് ബാഗിനുള്ളിൽ വെച്ച് കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറിക്കൊണ്ട് കാസർഗോഡ് ടൗണിൽ പോയി പല തിയേറ്ററിലും പോയിരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്. തിരിച്ചിറങ്ങി വരികയാണ്, പരസ്പരം ചുംബന സമരം തീർത്ത് നല്ല റാഹത്തായി. കൊടുക്കുന്നതാകുന്ന ലഹരി മരുന്ന് അല്പം ഡോസ് കൂടി പോയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, പല ബന്ധങ്ങളും അതിലൂടെ ഉണ്ടായിത്തീരും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതൊക്കെ ഈ സമുദായത്തിലെ ആളുകൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ മക്കൾ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരും, അടുത്ത തലമുറ നാശത്തിലേക്കാവും. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നത് മക്കൾക്ക് അറിവും വിവേകവും ഉണ്ടായിത്തീരാനായിരിക്കണം. അറിവ് വേണം, അതോടൊപ്പം വിവേകം വേണം. പണ്ട് കാലത്ത് ഈ വിവേകമുണ്ട്. ഒരാളൊരു ലഹരിയുമായിട്ട് വന്നാൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മാറി ചിന്തിക്കുന്ന ഒരു തലമുറ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇത് വാങ്ങിച്ചു തിന്നിട്ട് ശരീരം കൂടി അവനെ സമർപ്പിക്കാൻ തയ്യാറാകുന്ന തലത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ ഇത്ര വിവരദോഷികളായി മാറിയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻമാത മുദ്മിനം ബിൽ ഖംരി യമൂതു കാബിദില്ലാത വൽ ഉസാ. ലഹരി നുണയുന്നവരെ, ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിതം നിലകൊള്ളുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബാ, ആരൊരു ഈ ദുനിയാവിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം ഹോമിക്കുന്നവോ യമൂതു കാബിദിൽ ലാത വൽ ഉസാ. മക്കയിലെ മുശ്രിക്കീങ്ങളെ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ,
അറഅയ്ത മുദ്മിനൻ ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ തങ്ങൾ പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവനെ കുറിച്ചല്ലയോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഒരു ക്രിസ്മസിന്റെ രാവിലോ ഒരു ന്യൂ ഇയറിന്റെ സുദിനത്തിലോ ഒരു ഓണത്തിന്റെ ദിവസത്തിലോ അവന്റെ വാപ്പ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാകുന്ന ഏതെങ്കിലും ഒരു ചടങ്ങുകളിലോ ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ സുദിനങ്ങളിലോ ഒരൽപ്പം ലഹരി നുണഞ്ഞു പോയാൽ കാഫിറായിട്ട് ചത്തുപോകുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ആദരവായ പ്രവാചകന് പറയുകയാണ്, സാബാ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു കവിളുത്തടം കുടിച്ചാൽ പോലും, ഒരു ഇഞ്ചക്ഷൻ നിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ പോലും ലഹരി ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? തൗബ ചെയ്യാതെയാണ് മരിക്കുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാസർഗോഡ് ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പുത്തപ്പാലത്തുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അവിശ്വാസിയായി കാഫിറായിട്ടാണ് എന്നെ സമുദായത്തിൽ നിന്ന് ലഹരി നുണഞ്ഞുകൊണ്ട് മരിക്കുന്നവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ലഹരി നുണയുന്നവരെ, നിന്റെ ശരീരത്തിലേക്ക് ലഹരി നീ ഇൻജക്ട് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ തലവഴി ഈമാൻ ഊരപ്പെടുകയാണ്. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം ഊരി കാണിച്ചിട്ട് പറയുകയാണ്, ഹക്കദാ ഇപ്രകാര തലവടി അവന്റെ ഈമാനൂരപ്പെട്ടു പോകുമേ, അവന്റെ വിശ്വാസം പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ.